ഹലോ, ഒറ്റ ഉപയോഗത്തിൽ തന്നെ കിട്ടുന്ന ഒരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ലൈവായിട്ട് കാണുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യാനാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ പെർമനൻ്റായിട്ട് നിങ്ങളുടെ മുഖം വെളുത്തിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസിൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തന്നെ ഇത്ര ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. എത്ര കറുപ്പായവരും കരുവാളിച്ചവരാണെങ്കിൽ അവരെ ടാൻ എല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ ഈ ഒരു പാക്ക് ഉറപ്പായിട്ടും സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇത്തരം ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വെറും 3 ചേരുവകൾ മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പകുതി തക്കാളിയും അതേപോലെ തന്നെ ഒരു പകുതി ഉരുളക്കിഴങ്ങും തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളിയും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരണം കേട്ടോ. വെള്ളം ചേർക്കാൻ പാടില്ല. തക്കാളീൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും. അതിനുശേഷം അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. മുഖത്തിലും കഴുത്തിലും ആണെങ്കിൽ അത്രയേ വേണ്ടൂ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് കടലമാവും. ഇത് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടാറ്റോൻ്റെയും ടൊമാറ്റോൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 ദിവസം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് സോപ്പെല്ലാം ഇട്ടിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നേരം സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് 2 മിനിറ്റ് ഉറപ്പായിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ടൈമർ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് മസാജ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഫേസിലേക്ക് തേച്ച് പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 25 മിനിറ്റ് എങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക. ഉറപ്പായിട്ട് 25 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമ്മളിത് കുറച്ച് തണുത്ത വെള്ളം എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് കഴുകിക്കളയുക കേട്ടോ. കഴുകുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തിട്ട് ഫേസ് ഒന്ന് കഴുകി കൊടുക്കുക. ആ ഒറ്റ യൂസ് തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് ഉണ്ടാകുക. പക്ഷേ ആ ഒരു റിസൾട്ട് ആ ഒരു ദിവസം മാത്രമേ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് പെർമനൻ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യുക കേട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്ത് നല്ലൊരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വൈലേറ്റിട്ട് വന്ന ആ സൺ ടാൻ എല്ലാം കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് സഹായിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു കടലമാവിൻ്റെ കൂടെ തന്നെ ഒരിത്തിരി കോഫി പൗഡറും കൂടി നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടുകയെന്നാണെങ്കിൽ ഇതിലും അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഉറപ്പായിട്ട് നല്ല റിസൾട്ടാണ് ഉണ്ടാകുക കേട്ടോ. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത് അലോവേര ജെല്ല് പോലെയുള്ള എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസെല്ലാം കഴുകിയതിന് ശേഷം ആ ഒരു മോയ്സ്ചറൈസർ കൂടി, അലോവേര ജെല്ലാണ് ഏറ്റവും നല്ലത്, അതും കൂടി ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖത്ത് നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് ആ ഒരു ഇത് പെർമനൻ്റായിട്ട് എന്നും നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു ഗ്ലോ എന്ന് നിലനിൽക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കമൻറ്റ് അറിയിക്കുക.